കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യമെന്ന് കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമേൽ. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്ന് മയക്കുമരുന്ന് വ്യാപനം തുടച്ചു നീക്കുമെന്നും വിസി വ്യക്തമാക്കി. ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗവർണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം കേരളത്തിൽ നടക്കുന്ന ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് DGPയോട് ഗവർണർ റിപ്പോർട്ട് തേടി. സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സർവകലാശാലകളെ മാലിന്യമുക്തമാക്കുകയാണ് ഗവർണർ ലക്ഷ്യം വെക്കുന്നത്. അതിനായി അടിയന്തര കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതായി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ പറഞ്ഞു. രാജ്ഭവനിൽ ഗവർണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നാണ് ഗവർണറുടെ തീരുമാനം. അതിന് ഗവർണർ തന്നെ നേരിട്ട് മുന്നോട്ടായിട്ട് ഇറങ്ങുകയാണ്. അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ വഴിയാണ് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാൻ പോകുന്നത്. ഹോസ്റ്റലുകളിലും ലഹരി മുക്തമാക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കും. രക്ഷിതാക്കളുമായി സഹകരിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മാതാപിതാക്കളെ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഹോസ്റ്റലുകളിൽ മാതാപിതാക്കൾ ഉണ്ടാകണം, ഹോസ്റ്റലുകളുടെ ഭരണത്തിൽ മാതാപിതാക്കൾ ഉണ്ടാകണം, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടാകണം. കുടുംബത്തിലൂടെ മാത്രമേ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന തിരിച്ചറിവിലൂടെ തന്നെ അത് നടത്തും. കേരളത്തിൽ നടക്കുന്ന ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് നേരത്തെ DGP ഷെയ്ഖ് ദർവേസ് സാഹിബിനോട് ഗവർണർ റിപ്പോർട്ട് തേടിയിരുന്നു. ലഹരി വ്യാപനത്തിന്റെ നിലവിലെ സാഹചര്യം, എടുത്ത നടപടികൾ എന്നിവ വിശദമാക്കണം എന്നതായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇത് കൂടാതെ ലഹരി തടയുവാനുള്ള ആക്ഷൻ പ്ലാൻ നൽകുവാനും നിർദ്ദേശം നൽകി. സംസ്ഥാന വ്യാപകമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി DGP മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറും. ജനം, തിരുവനന്തപുരം.